ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം വരെയും വളരെ ശാന്തതയോടുകൂടെ ഇവിടെ ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ഇനി ഒരു അല്പസമയം കൂടെ നിങ്ങളെ ദൈവസന്നിധിയിൽ ഇരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രസംഗ മത്സരമല്ല ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ഫെലോഷിപ്പ് മീറ്റിംഗ് ആണ്. ഈ ഫെലോഷിപ്പ് മീറ്റിങ്ങിൽ ദൈവ മക്കളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതകൾ വളരെ ശക്തിയോടുകൂടെ പ്രസംഗിക്കുവാനുള്ളതായ ഉത്തേജനം ലഭിക്കും. സാധാരണ രാഷ്ട്രീയക്കാർക്ക് സദസ്സിൽ ആളുകളെ കൂടുതൽ കണ്ടാൽ അവർ പറയാൻ ഉദ്ദേശിച്ചതും പറയാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അത്തരത്തിലുള്ളതായ ഒരു കൂട്ടായ്മയാണ് പല സഭകളിൽ നിന്നായിട്ട് പാലക്കാട്, തൃശ്ശൂർ മേഖലകളിലുള്ളതായ ഒട്ടുമിക്ക സഭകളിൽ നിന്നും പ്രതിനിധികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായി സേവനം ചെയ്യുന്നതായ പാസ്റ്റർ സിൽസ്മോൻ ആയതുപോലെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ പാസ്റ്റർ ജോസഫ് രാജ്, എനിക്ക് തോന്നുന്നത് ഉടനെ പാസ്റ്റർക്ക് ഓർഡിനേഷൻ കിട്ടുമെന്ന് തോന്നുന്നു. ജോസഫ് രാജ് സാർ, അതുപോലെ തന്നെ ഈ രണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെയും ശുശ്രൂഷകരായി സേവനം ചെയ്യുന്നതായ പാസ്റ്റർമാർ, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ചിലരെ പേര് വിട്ടുപോകും, പിന്നെ അത് എനിക്കെതിരെ ഒരു കുറ്റമായി തീരും. വിവിധ സഭകളിൽ നിന്ന് വന്നതായ നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹത്തെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്നതായ സമയം വളരെ ചുരുങ്ങിയതാണ്. നിങ്ങളുടെ വിശപ്പ് വർദ്ധിപ്പിക്കാനുള്ളതായ ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് നല്ല ഭക്ഷണം നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ ഒരല്പസമയം നിങ്ങളിവിടെ എൻ്റെ പ്രസംഗം കേട്ടിരിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ വചനം കേൾക്കുക എന്ന് പറയുന്നത് അത് നിർബന്ധമായും ഇന്ന് കേൾക്കേണ്ടതായ ആവശ്യമുണ്ട്. കൂടുതൽ ആമുഖം പറഞ്ഞ് ഞാനെൻ്റെ സമയം നഷ്ടപ്പെടുത്താതെ ദാനിയേലിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പകൽക്കാലത്ത് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ ആയിരിക്കാൻ അടിയങ്ങൾക്ക് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ വേലയുടെ ഭാഗമായി അടിയങ്ങളെ വിളിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വേലയുടെ ഭാഗമായി ഞങ്ങൾ സ്വർഗീയ പ്രയാണം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകാവുന്നതായ എല്ലാ പ്രതിസന്ധികളെയും വൈതരണികളെയും തരണം ചെയ്യുവാനുള്ളതായ ശക്തിയെ സ്വർഗത്തിൽ ദൈവം നൽകുന്ന വലിയതയ്ക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നതായ ദൈവവചനത്തെ ഞങ്ങൾക്ക് ശരീരത്തിന് യോഗ്യമാവണ്ണം അത് പാകം ചെയ്തെന്ന് ഞങ്ങൾക്ക് വിളമ്പുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ സന്ധിമജ്ജകളെ മാത്രം തുളച്ചു കീറുന്നവയല്ല, അത് ഞങ്ങളുടെ മസ്തിഷ്കത്തെയും ഞങ്ങളുടെ രക്തത്തെയും ഞങ്ങളുടെ നാഡി വ്യൂഹങ്ങളെയും അത് ശുദ്ധീകരിച്ച് സ്വർഗത്തിലെ ദൈവത്തോട് ചേരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ സകല മനുഷ്യരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനം സംസാരിക്കുന്നതായ അടിയനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും മൊബൈൽ ഫോണുകളുണ്ട്. ഇന്ന് ശബത്ത് ദിവസം അല്ലാത്തത് കൊണ്ടും ഒരുപക്ഷെ ഞാനിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം.
തിരുവചനം അത് സത്യമാണോ എന്ന് പരിശോധിച്ച് നോക്കാനുള്ളതായ സാവകാശം ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുകയാണ്. വേദപുസ്തകം ഒരു മിത്ത് ആണെന്നും അത് ചില പ്രദേശങ്ങൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണെന്നും അത് കാലഹരണപ്പെട്ടതാണ് എന്നും അത് ഇന്ന് ദൈവമക്കൾക്ക് അനിവാര്യമല്ല എന്നും പറയുന്നതായ കിംവദന്തികൾ ഇന്ന് നാട്ടിൽ വളരെ സുലഭമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. ആരാണ് ബാബേൽ രാജാവ്? നിങ്ങളുടെ മൊബൈലുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ മൊബൈൽ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ആരായിരുന്നു ബാബേലിൻ്റെ രാജാവായിരുന്നതായ നെബൂഖദ്നേസർ? നാം ചരിത്രം പഠിക്കുന്നതായ സമയത്ത് 606 മുതൽ 563 BC വരെ ബാബേൽ സംസ്ഥാനത്തെ അഥവാ ബാബേൽ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നതായ ഒരു മഹാനായ രാജാവായിരുന്നു നെബൂഖദ്നേസർ രാജാവ് എന്ന നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും. ബാബേൽ സംസ്ഥാനം അഥവാ ബാബേൽ സാമ്രാജ്യം പേരുകേട്ടതായ സാമ്രാജ്യമായി നിലനിന്നതായ 606 BC മുതൽ 538 വരെയുള്ളതായ കാലഘട്ടങ്ങളിൽ ലോകത്തിൽ ഏറ്റവും ആദ്യം ഉടലെടുത്തതായ ഒരു ചക്രവർത്തിയും അതുപോലെ തന്നെ ഒരു സാമ്രാജ്യവുമായിരുന്നു ഈ ബാബേൽ സാമ്രാജ്യമെന്ന ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ സംസ്കൃതി അനുസരിച്ചും നാം പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നതായ സിവിലൈസേഷൻ എന്നാണ്. പക്ഷേ നാം ചരിത്രം പഠിക്കുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ കാലങ്ങൾക്ക് മുൻപ് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു ടീച്ചറെ. മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉടലെടുത്തത് ഈ ബാബേൽ സംസ്ഥാനത്തിൻ്റെ യൂഫ്രട്ടീസ് നദീതീരങ്ങളിലാണ് എന്നുള്ളത് ചരിത്രം പഠിക്കുന്നതായ സകല മനുഷ്യർക്കും അറിയാം. ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കുന്നതായ സമയത്ത് വേദപുസ്തകത്തിലുള്ളതായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഞാൻ വായിച്ച് നീങ്ങുന്നതായ സമയത്ത് എനിക്ക് മനസ്സിലായ ചില സത്യങ്ങളുണ്ട്. യഹോവയായ ദൈവം ഏദൻ തോട്ടം ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ ഈ യൂഫ്രട്ടീസ് നദിയെ ലക്ഷ്യമാക്കി ജനങ്ങൾ വസിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹം ദൈവത്തിനുണ്ടായിരുന്നു. പിൽക്കാലത്ത് മനുഷ്യർ പാപം ചെയ്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിച്ച് കളഞ്ഞപ്പോഴും ദൈവം ഈ യൂഫ്രട്ടീസ് നദിയെയും ഏദൻ തോട്ടം സ്ഥിതി ചെയ്തതായ സ്ഥലത്തൊക്കെയും പരിപാലിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് ഈ ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്നതായ സ്ഥലം ഒക്കെയും അത് പിശാചിൻ്റെ സാധ്യതകൾക്ക് വേണ്ടി ലോകമനുഷ്യർ ഈ സ്ഥലം പിടിച്ചടക്കുകയും അത് പൈശാചിക ആരാധനയ്ക്ക് വേണ്ടി ഈ സ്ഥലങ്ങളെ വേർതിരിച്ച് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തതായ ചരിത്രരേഖകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ഒരു ചെറിയൊരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കൊരു 10 നിമിഷം നിങ്ങളെനിക്ക് തരണം. ആ 10 നിമിഷം കൊണ്ട് ചരിത്രപരമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതായ മർമ്മപ്രധാനമായ ഒരു വിഷയം നിങ്ങളെ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ബാബിലോണിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ആദ്യം കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലാണ്. ദൈവമായ യഹോവ വെള്ളപ്പൊക്കത്തിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിച്ചതിന് ശേഷം ആകാശത്ത് ഒരു വലിയ മഴവില്ല് സ്ഥാപിച്ചിട്ട് സകല മനുഷ്യരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വണ്ണം ദൈവം അവരോട് കൽപ്പിച്ചു, എൻ്റെ വാഗ്ദത്തത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ ഈ വില്ലിനെ ഞാൻ ആകാശത്ത് നിങ്ങളുടെ മുൻപാകെ സാക്ഷി നിർത്തുന്നു. ഞാൻ ഇനി ജലപ്രളയം കൊണ്ട് ലോകത്തെ ആകമാനം നശിപ്പിക്കുകയില്ല. അത് നിങ്ങൾ ഈ മഴവില്ല് കാണുമ്പോൾ നിങ്ങൾ ആ വാഗ്ദത്തത്തെ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. ചരിത്രത്തിൻ്റെ ഗതി നാം ചുരുക്കി പറയുകയാണ് എങ്കിൽ നിമ്രോദിൻ്റെ കാലഘട്ടത്തിൽ ദൈവം ജലപ്രളയം കൊണ്ട് ഇനി ഈ ജനത്തെ അല്ലെങ്കിൽ മനുഷ്യരാശിയെ നശിപ്പിക്കരുത് എന്ന് വെച്ച് ദൈവം വിചാരിച്ചാലും എന്നെയും നിങ്ങളെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം പാടില്ല എന്ന് വെച്ച് നാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, നിമ്രോദ് പറഞ്ഞത്, വരുവിൻ നമുക്ക് ഒരു പേരുണ്ടാക്കേണ്ടതിന് നമുക്ക് ഒരു ഗോപുരം പണിയാം എന്ന് പറഞ്ഞു. നമ്മുടെ പേരിന് വേണ്ടി, നമ്മുടെ കീർത്തിക്ക് വേണ്ടി, നമ്മുടെ പേര് നിലനിൽക്കുന്നതിന് വേണ്ടി ഗോപുരം പണിയുവാൻ തക്കവണ്ണം മനുഷ്യർ ഒരുമിച്ച് കൂടി ഗോപുരം പണിയുവാൻ തക്കവണ്ണം തുടങ്ങി. സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ
ദുഷ്ടത പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മനുഷ്യർ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് കണ്ടതായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന അവരുടെ ഭാഷ കലക്കി കളഞ്ഞുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദുഷ്ടത ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യർ ഒരുമിച്ച് കൂടിയാൽ അവർ ചെയ്യുന്നതായ ദുഷ്ടതയുടെ വലിപ്പം അതൊരു മനുഷ്യനും എണ്ണിത്തീർക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായ, അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തവണ്ണം വലിയ ദുഷ്ടത പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അത് സംഭവിക്കാതിരിക്കാൻ ദൈവം മനുഷ്യൻ്റെ ഭാഷയെ കലക്കി കളഞ്ഞു. ഈ ഭാഷ കലക്കിക്കളഞ്ഞതായ ദൈവം, സിസ്റ്റർ വൈറ്റ് പറയുന്നത്, ദൈവം അവരെ ശിക്ഷിക്കുന്നതിന് പകരം കരുണയോടെ ദൈവ പദ്ധതി നടപ്പിലാക്കുവാൻ തക്കവണ്ണം അവരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിപ്പിച്ചു എന്നാണ്. അവരെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, ദൈവം കരുണയോടെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ തക്കവണ്ണം അവരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിച്ചു കളഞ്ഞു. നാം ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണ് എങ്കിൽ ഏകദേശം ബാഗ്ദാദിന് 50 മൈൽ തെക്കായി സ്ഥിതി ചെയ്യുന്നതായ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം ഇന്നുമുണ്ട്. നാം ഇറാഖ് എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ സ്ഥലമാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ മടിത്തട്ടാണ് ഈ ഇറാഖ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങൾ അവിടെ നിന്ന് ഖനനം ചെയ്ത പല മ്യൂസിയങ്ങളിലും വെച്ചിട്ടുണ്ട്. അമേരിക്കയിലുള്ളതായ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ, ഇംഗ്ലണ്ടിലുള്ളതായ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അവിടെ നിന്ന് ഖനനം ചെയ്തതായ ഇഷ്ടികകൾ, ഏകദേശം 70,000 ഇഷ്ടികകൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്നുമുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നതായ എഴുത്ത് ഇങ്ങനെയാണ്: നെബുക്കദ്നേസർ son of Nabopolassar am I. Nebuchadnezzar, elder son of Nabopolassar am I. അഥവാ നെബോപ്പൊളോസറിൻ്റെ മൂത്ത മകനായ നെബുക്കദ്നേസർ ആകുന്നു ഞാൻ എന്നാണ് ഈ ഗോപുരം അഥവാ പിന്നീട് ഗോപുരങ്ങൾ പണിയുവാൻ തക്കവണ്ണം നെബുക്കദ്നേസർ ഉപയോഗിച്ചതായ ഇഷ്ടികകളിൽ ഓരോന്നിലും എഴുതി ചേർത്തിരുന്നത്. കാരണം എന്താണ്? എൻ്റെ പേര് നിലനിൽക്കണം. ഞാൻ പോയാലും എൻ്റെ സാമ്രാജ്യം ഇടിഞ്ഞു വീണാലും എൻ്റെ പേർ നിലനിൽക്കണം എന്നുള്ളതായ ആ ചിന്ത നെബുക്കദ്നേസറിനെയും ബാധിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്താർ ഗേറ്റ് എന്ന് പറയുന്നതായ ഒരു ഗേറ്റ് ബാബിലോണിലുണ്ടായിരുന്നു. ബാബിലോൺ പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ 8ാമത്തെ ഗേറ്റായി സ്ഥിതി ചെയ്തിരുന്നതായി ഇസ്റ്റാർ ഗേറ്റ്, ബാബിലോണിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗേറ്റ് ആയിരുന്നു ഇസ്റ്റാർ ഗേറ്റ്. അത് ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ പടവും അഥവാ നീല മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതായ ഗേറ്റിൽ പിച്ചള കൊണ്ട് എഴുതപ്പെട്ടതായ ആലേഖനങ്ങൾ, അവരുടെ ദേവന്മാരുടെ രൂപങ്ങളെല്ലാം കൊത്തിയതായ പണി, അത് ഇപ്പോഴും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ചരിത്രത്തിൻ്റെ ഭാഗമായി ക്യൂണിഫോം റൈറ്റിങ്സ്, ലോകത്തിൽ ആദ്യമായി എക്സ്കാവേറ്റ് ചെയ്തതായ ചരിത്ര രേഖകളുടെ ഒരു വലിയ നിര ഈ ബാബിലോണിൽ നിന്ന് കണ്ടെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരുപക്ഷെ നമുക്ക് ചില നാളുകൾ കൊണ്ട് പത്രമാധ്യമങ്ങളിൽ വരുന്നതായ ഒരു വാർത്തയുണ്ട്. ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നതായ പാലയൂർ പള്ളി പണ്ട് ശിവക്ഷേത്രമായിരുന്നു. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. താമസം വിന അത് ചിലപ്പോൾ ഒരു ബുൾഡോസർ അവിടെ ഇറങ്ങി ഇപ്പോൾ അവിടെ മനോഹരമായി സ്ഥിതി ചെയ്യുന്നതായ പാലയൂർ പള്ളിയെ ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ എക്സ്കാവേഷൻ നടത്തുവാൻ തക്കവണ്ണം കാരണമായി തീർന്നേക്കാം. ഒരുപക്ഷെ അവിടെ ഒരു ശില കണ്ടില്ല എങ്കിൽ അവരെവിടെ നിന്നെങ്കിലും ഒരു ശില കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിട്ട് ഇത് 3000 വർഷം പഴക്കമുണ്ട് അല്ലെങ്കിൽ 4000 വർഷം പഴക്കമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഒരു അമ്പലം സ്ഥാപിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നേക്കാം. താമസം വിന ഈ തിരുവല്ലാമല സഭ നിലനിൽക്കുന്നതായ ഇവിടെ ഏതെങ്കിലും പണ്ട് ഒരു ആചാരം നടന്നതായ സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഞാനും ആരാധിക്കുന്നതായ ആരാധന കേന്ദ്രങ്ങൾ ഇടിച്ചു പൊളിച്ചിട്ട് അമ്പലങ്ങൾ പണിയുവാൻ തക്കവണ്ണമുള്ളതായ സാഹചര്യം ഉണ്ടായി വന്നേക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നെബുക്കദ്നേസർ വാസ് നോട്ട് എ മിത്ത്. ഹി വാസ് നോട്ട് മിത്തിക്കൽ ആൻഡ് ഹി വാസ് റിയൽ ഫോർ ഷുവർ. നെബുക്കദ്നേസർ എന്ന് പറയുന്നത് ശരിയായ ഒരു ചരിത്ര പുരുഷനായിരുന്നു. ആ ചരിത്ര പുരുഷൻ വാണിരുന്നതായ ഒരു സ്ഥലമായിരുന്നു ബാബിലോൺ.
അത് ഇന്നും ചരിത്ര രേഖകളുടെ ഒരു വലിയ ഭാഗമായി നിലകൊള്ളുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഈ നെബൂഖദ്നേസർ ദാനിയേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഒരു ദർശനം കണ്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഈ ദർശനത്തിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സുകളെ കുറിച്ചാണ്. 2-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, നെബൂഖദ്നേസറിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് ഉറക്കമില്ലാതെയായി. നാം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അത് വായിക്കുകയാണെങ്കിൽ, അതിന് ദ സെക്കൻഡ് ഇയർ ഓഫ് ദ റെയിൻ ഓഫ് നെബൂഖദ്നേസർ dreamed dreams wherewith his spirit was troubled and his sleep broke from him. നാം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയുന്നത് നെബൂഖദ്നേസർ സ്വപ്നങ്ങൾ കണ്ടു എന്നാണ്. മലയാളം വേദപുസ്തകത്തിൽ പറയുന്നത് നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു എന്നാണ്. നാം കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ളതായ സംശയ നിവാരണത്തിന് ആശ്രയിക്കുന്നത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിലായതുകൊണ്ട് ഇംഗ്ലീഷ് വേദപുസ്തകത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നാം പഠനം നടത്തുമ്പോൾ ഒരു വ്യക്തി രാത്രിയിൽ ഉറങ്ങുമ്പോൾ, ഒരു 8 മണിക്കൂർ ഉറങ്ങുന്നതായ ഒരു വ്യക്തി 2 മണിക്കൂറോളം സ്വപ്നങ്ങൾ കാണുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങി എന്ന് പറഞ്ഞാൽ ജോസഫ് രാജ് സാറെ 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യും? സ്വപ്നം കാണും. പ്രായമുള്ളവരാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവരുടെ സ്വപ്നത്തിലേറെയും എൻ്റെ മുതിർന്ന മക്കൾ എന്താണ് ചെയ്യുന്നത്, എൻ്റെ കൊച്ചുമക്കൾ എന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പോകുന്നത് വരുന്നത്, ഇതൊക്കെ ആയിരിക്കും അവരുടെ സ്വപ്നത്തിൻ്റെ ഒരു സിംഹഭാഗവും. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ എടുത്താൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കുടുംബസ്ഥരായിരിക്കുന്നതായ മധ്യവയസ്കരാണ് എങ്കിൽ നിങ്ങൾ കാണുന്നതായ സ്വപ്നങ്ങളിൽ സിംഹഭാഗവും നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യതകളായിരിക്കും. നിങ്ങൾ യുവാക്കളാണ് എങ്കിൽ യുവാക്കൾ കാണുന്നതായ സ്വപ്നത്തിൻ്റെ സിംഹഭാഗവും നിങ്ങൾ ഓപ്പോസിറ്റ് സെക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന, ഇടപഴകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലായി സ്വപ്നം ഞാൻ പറയുന്നതല്ല കേട്ടോ, കൂടുതലായി സ്വപ്നം കാണുന്നത്. കൊച്ചു പിള്ളേരാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവർ കൂടുതൽ കാണുന്നത് പാർക്കുകളിൽ പോയി കളിക്കുന്നതും വിളയാടുന്നതും വീഴുന്നതും അവർ പേടിച്ച് വിളിക്കുന്നതും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ തുടർച്ചയായി പേടിച്ച് കരയുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. ഡോക്ടർ പറയും പേടിക്കാനൊന്നുമില്ല, ഞാൻ ഗുളിക കൊടുക്കാം. അവർ കൊടുക്കുന്ന ഗുളിക ഉറക്ക ഗുളികയാണ്. സ്വപ്നം കാണാതെ നെടുനീർന്ന് കിടന്ന് ഉറങ്ങുവാൻ വേണ്ടിയുള്ള ഗുളിക മാത്രമാണ് അവർ കൊടുക്കുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തക്കവണ്ണം കഴിയുകയില്ല. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടപ്പോൾ അതൊരു വലിയ സംഭവമായി. ഒരു രാത്രി മുഴുവനും നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ പൊരുള് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ലോകത്തിലുള്ളതായ ഒരു ബുദ്ധിമാനും കഴിഞ്ഞില്ല എന്ന് വേദപുസ്തകം പറയുകയാണ്. ഞാൻ കഥ പറയുന്നില്ല, കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അബ്ദുൽ കലാം സ്വപ്നം കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ സ്വപ്നം കാണണമെന്നല്ല പറഞ്ഞത്. എപ്പോൾ സ്വപ്നം കാണണമെന്നാണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, dream is not a thing that you see in your sleep, but is the thing that doesn't let you sleep. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല അബ്ദുൽ കലാം പറഞ്ഞതായ സ്വപ്നം കാണൽ, മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ വിടാത്തതായ സ്വപ്നമായിരിക്കണം നിങ്ങൾ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പസമയം കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മെ ഭീതിപ്പെടുത്തുന്നതായ, നമ്മെ തളർത്തുന്നതായ, നമ്മെ നിഷ്ഫലരാക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചല്ല നാം സ്വപ്നങ്ങൾ കാണേണ്ടത്. എന്നാൽ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്നും മറ്റുള്ളവർ നമ്മെ പറഞ്ഞ് പേടിപ്പെടുത്തിയതായ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണണമെന്നാണ് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞത്. അബ്ദുൽ കലാം തമിഴ്നാട്ടിൻ്റെ ധനുഷ്കോടി എന്ന് പറയുന്നതായ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നതായ ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ പറഞ്ഞു, അബ്ദുൽ കലാം, യു ആർ എൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ, യു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്. അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നതായ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുതിർന്ന 2 സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹത്തെ ഈ ഒരു പദവിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം പ്രോത്സാഹനം നൽകിയത്. കൂലിപ്പണി ചെയ്യുന്നതായ ഒരു സുഹൃത്ത്, കൂലിപ്പണി ചെയ്ത് കിട്ടുന്നതായ പൈസ മുഴുവനും കൊണ്ട് അബ്ദുൽ കലാമിൻ്റെ പരീക്ഷണങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്നേഹിതൻ യാത്ര ചെയ്യുവാനുള്ളതായ ടിക്കറ്റുകളൊക്കെ എടുത്തു കൊടുക്കുന്നത് മറ്റൊരു സഹോദരനായിരുന്നു. ഈ സഹോദരങ്ങൾ അഥവാ സ്നേഹിതരെക്കാളും
പറ്റുള്ളതായ സഹോദരങ്ങളെക്കാളും പറ്റുള്ളതായ സ്നേഹിതരുണ്ടായിരുന്നതായ അബ്ദുൽ കലാം തൻ്റെ ഈ സ്നേഹിതർ മരിച്ചപ്പോൾ വളരെ ദുഃഖത്തോടുകൂടെ അവരുടെ മരണ ശുശ്രൂഷയിൽ പങ്കെടുത്ത് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നതായ പുസ്തകത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, സ്വപ്നം നമ്മളെല്ലാവരും കാണാറുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്നതായ പലരും ഇവിടെ വന്നിരുന്നതിന് ശേഷവും സ്വപ്നം കണ്ടിട്ടുണ്ടാകും. സ്വപ്നങ്ങൾ സർവ്വസാധാരണമാണ്. ഒരുപക്ഷെ നമ്മൾ അറിയാതെ കണ്ണടച്ച് നാം ഉറക്കത്തിൻ്റെ മയക്കത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ 20% കവരുന്നതായ ഈ സ്വപ്നം, നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, നേരം വെളുക്കാറാകുമ്പോൾ കാണുന്നതായ സ്വപ്നം ഫലിക്കും, അല്ലേ? നേരം വെളുക്കാറാകുമ്പോൾ കാണുന്ന സ്വപ്നം ഫലിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ കിടന്നാൽ നേരം വെളുക്കാറാകുമ്പോൾ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ പറയുന്നത് നേരത്തെ ഉറങ്ങണം. നേരം വെളുക്കാറാകുമ്പോൾ ഒരുപക്ഷെ ഒരു 4 മണിക്കോ 5 മണിക്കോ ഒക്കെ നിങ്ങളുടെ പകുതി ബോധത്തോടുകൂടെ നിങ്ങൾ കാണുന്നതായ സ്വപ്നങ്ങളൊക്കെ നമുക്ക് ആ ദിവസം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം, ദൈവം എന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം എങ്ങനെ ചെയ്തു തീർക്കാം, എങ്ങനെ ഞാൻ അതിനു വേണ്ടി ഒരുങ്ങാം, ആ ദിവസം എനിക്ക് എങ്ങനെ ഉപകാരപ്രദമായി ചിലവഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ തക്കവണ്ണം സാധിക്കും. ചരിത്രം പറയുന്നത് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നെബൂഖദ്നേസർ രാജാവിനെ ഭയപരവശനാക്കിയതായ ഒരു സ്വപ്നം കണ്ടു. വേദപുസ്തകം നാം 2-ാമത്തെ അധ്യായം, ദാനിയേലിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഈ സ്വപ്നം കണ്ട് നെബൂഖദ്നേസർ പരവശനായി തൻ്റെ ബുദ്ധിമാന്മാരെ ആസകലരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, പക്ഷേ നേരം വെളുത്ത് ഞാൻ ഉണർന്നപ്പോൾ ഞാൻ സ്വപ്നം മറന്നുപോയി. നിങ്ങൾ ആ സ്വപ്നത്തെയും അതിൻ്റെ പൊരുളിനെയും വിവരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഇവിടെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ളതായ തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടരെയും കൂടെ കൊല്ലുവാൻ തക്കവണ്ണം അന്വേഷിച്ചു. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ റോമാ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നതായ ആ യെരുശലേം പ്രദേശം യാക്കോബിനെ കൊല്ലുവാൻ തക്കവണ്ണം അവർ ബന്ധപ്പെട്ട് യാക്കോബിനെ പിടിച്ച് കൊന്നുകളഞ്ഞു. വേദപുസ്തകം പറയുന്നത്, പിന്നെ പത്രോസിനെ പിടിക്കുവാൻ തക്കവണ്ണം അവർ അന്വേഷിച്ചു. ദൈവാത്മാവ് പത്രോസിനോട് പെട്ടെന്ന് പറഞ്ഞു, നീ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, മാറിപ്പോകണം. തൻ്റെ സഹോദരങ്ങളും പറഞ്ഞു, നീ ഇവിടെ നിന്ന് മാറി പോകണം. നാം ചരിത്രം പഠിക്കുമ്പോൾ പലരും പത്രോസിൻ്റെ ജീവനെ നിലനിർത്തുവാൻ തക്കവണ്ണം ഉറക്കമിളച്ചിരുന്ന് പത്രോസിനെ കൂടയിലാക്കി പല ദേശത്തിലേക്ക് പറഞ്ഞയച്ചതായ ചരിത്രമൊക്കെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. സമാനമായ ഒരു സംഭവം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സംഭവിച്ചപ്പോൾ അവർ ആദ്യം കൊല്ലുവാൻ തക്കവണ്ണം അന്വേഷിച്ചത് ആരെയാണ്? മറ്റുള്ളവരെ കൊന്നതിന് ശേഷമല്ല ഇവിടെ ദാനിയേലിനെയും കൂട്ടരെയും കൊല്ലുവാൻ തക്കവണ്ണം വരുന്നത്. അവർ ആദ്യം അന്വേഷിച്ചത്, നിങ്ങൾ വേദപുസ്തകം ഒരിക്കൽ കൂടെ വായിച്ചാൽ അത് മനസ്സിലാകും. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ളതായ തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. കാരണം ദാനിയേൽ പിന്നത്തേതിൽ ഈ സ്വപ്നം വിവരിച്ചു കഴിഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ മറ്റു ബുദ്ധിമാന്മാരും ആവിചാരകന്മാരും മന്ത്രവാദികളും ഒക്കെ രക്ഷപ്പെട്ടിട്ടുള്ളതായി വേദപുസ്തകത്തിലെ കഥ പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തെ സേവിക്കുന്നതായ മനുഷ്യരെ കൊല്ലുവാൻ തക്കവണ്ണം ഇന്ന് ലോകം സംഘം ചേർന്നിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഞാനിന്ന് നെബൂഖദ്നേസർ രാജാവിനുണ്ടായതായ സ്വപ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദാനിയേൽ ആ സ്വപ്നം വിവരിച്ചു കൊടുത്തതിനെ കുറിച്ചോ ഒന്നും പറഞ്ഞ് ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം ഇതെല്ലാം നാം പല ആവർത്തി കേട്ടതാണ്. എന്നാൽ ഈ സ്വപ്നം വിവരിക്കുവാൻ തക്കവണ്ണം ദാനിയേൽ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്നതായ ഒരു സംഭവമുണ്ട്. സ്വപ്നം വിവരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദാനിയേൽ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നതായ ഒരു വലിയ സംഭവമുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജാവിൻ്റെ സന്നിധിയിൽ ഒരു അടിമയായി പിടിച്ചുകൊണ്ട് വരപ്പെട്ടതായ ഒരു ബാലൻ ചെന്ന് നിൽക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായ കാര്യമല്ല. BC 606 യെരുശലേം
ദൈവത്തിൻ്റെ ആസ്ഥാന മന്ദിരമായി ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്നതായ യെരുശലേം ദേവാലയം തകർക്കപ്പെടുകയും ആ യെരുശലേം ദേവാലയം തകർക്കപ്പെടുവാൻ തക്കവണ്ണം യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ മഹാനായ നെബൂഖദ്നേസർ രാജാവ് ആ സ്ഥലം വരെ ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്നതായ യൗവനക്കാരെ ആകമാനം അടിമകളായി പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യെരുശലേമിൽ നിന്ന് ഈ ബാബിലോൺ വരെ വരുന്നതിന് വേണ്ടി ഏകദേശം 900 കിലോമീറ്റർ ദൂരമുണ്ട്. നാം എസ്രയുടെ പുസ്തകം പരിശോധിക്കുന്നതായ സമയത്ത് ബാബിലോണിലായിരുന്നതായ എസ്ര പ്രവാചകൻ യെരുശലേമിൻ്റെ വീഥികളെയും യെരുശലേമിൻ്റെ മതിലുകളെയും പണിയുവാൻ തക്കവണ്ണം കൽപ്പനയോടുകൂടെ ആരവവുമായിട്ട് പോകുവാൻ തക്കവണ്ണം ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് എത്തിച്ചേരുവാൻ 4 മാസം എടുത്തു. അഥവാ യാത്ര സൗകര്യം എല്ലാം ഉണ്ടായിരുന്ന യാത്ര ചെയ്ത് പോയപ്പോൾ 4 മാസം കൊണ്ടാണ് ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് എസ്രാ പുരോഹിതന് എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിച്ചത്. ഏകദേശം 15-16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നതായ ദാനിയേൽ ഒരു ബാലനായിരുന്നു. ഇവിടെ ആ പ്രായത്തിൽ കാണുന്നതായ 1-2 പേരെ മാത്രമേ ഞാനിവിടെ കാണുന്നുള്ളൂ. ഒരുപക്ഷെ ചരിത്ര പുസ്തകങ്ങളിൽ നാം പഠിക്കുമ്പോൾ, നാം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലർ പറയുന്നത് 17 വയസ്സുണ്ടായിരുന്നു, ചിലർ പറയുന്നത് 20 വയസ്സിന് താഴെയായിരുന്നു. എന്നാൽ ഞാൻ പറയുവാനും വിശ്വസിക്കുവാനും തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ദാനിയേലിന് ഒരു 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം കോരസിൻ്റെ അവസാന ആണ്ടുവരെ വാണിരുന്നതായ ദാനിയേലിന് ആ കാലം വരെ ജീവിച്ചിരിക്കണമെങ്കിൽ വളരെ ചെറുപ്പത്തിലെ യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതിന് സാധ്യമായി തീരുകയുള്ളൂ. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഒരു ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ഒരു ബാലനായിരിക്കുന്ന ഇന്നത്തെ കണക്കനുസരിച്ച് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ നിങ്ങളുടെ ഒരു മകനെ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതായ കുറ്റം കാരണം അവനെ പിടിച്ചുകൊണ്ട് ഇന്ന് ഏകദേശം 900 കിലോമീറ്ററുകളോളം അടിമയായി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാവുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളെയും കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ യെരുശലേമിൽ നിന്ന് ബാഗ്ദാദിലേക്ക് അഥവാ ബാബിലോണിലേക്ക് പോകുന്നതായ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഈജിപ്തിലും ലെബനോണിലും അല്ലെങ്കിൽ ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനനായ പാസ്റ്റർ സെൽവമണി ജയിലിലായിരുന്നു ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം 3 ആഴ്ചയോളം ഈജിപ്തിലും ലെബനോനിലുമായിട്ട് യാത്ര ചെയ്തു. അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെ, അഥവാ പാസ്പോർട്ടുണ്ട്, നമുക്ക് വിസയുണ്ട്, ഇതെല്ലാമായിട്ടും യാത്ര ചെയ്യണമെങ്കിൽ നാം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആൾക്കാരെ ഇറക്കി പട്ടാളക്കാർ തോക്ക് ചൂണ്ടി നമ്മളെ സെർച്ച് ചെയ്യും. ഈ സെർച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇവിടെ എയർപോർട്ടിൽ ചെന്ന് ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ വിരിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് വിടുന്നത് പോലെയല്ല. അവർ നമ്മുടെ ഇട്ടിരിക്കുന്നതായ അടിവസ്ത്രം വരെ അവരുടെ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് പരിശോധിക്കും. പേഴ്സിൽ ഒരു ചില്ലറ പൈസയുണ്ട് എങ്കിൽ, ഒരു വിദേശ കറൻസിയാണ് ഈ പേഴ്സിലിരിക്കുന്നതെങ്കിൽ അവർ മാറ്റി നിർത്തും. എന്നെ പല പ്രാവശ്യം അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇവരെന്നെ ചോദ്യം ചെയ്തിട്ട് വെടിവെച്ച് കൊന്നുകളയുമോ, കാരണം അവിടെ വെടിവെച്ച് കൊന്നുകളഞ്ഞാലും ചോദിക്കാൻ ഒരുത്തനും വരില്ല. സെൽവമണി ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയാണ് മോചിപ്പിച്ചത്. എന്നാൽ താൻ കുറ്റവാളി അല്ല, അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റം ചാർജ് ചെയ്യുവാൻ തക്കവണ്ണം പോലും 3 മാസം വെയിലും വെളിച്ചവും ഇല്ലാത്തതായ ഡിറ്റൻഷൻ സെൻറ്ററിലാണ് അദ്ദേഹത്തെ ഇട്ടിരുന്നത്. അത്രയും ക്രൂരമായുള്ളതായ ഒരു പെരുമാറ്റമാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അടിമയായി പിടിച്ചുകൊണ്ടുവരുന്നതായ, അഥവാ ബാബിലോണിന് എതിരെ മറുത്തു മത്സരിച്ച, ബാബിലോണിന് എതിരെ നിന്നതായ ഒരു കൂട്ടം ആൾക്കാർ എന്ന നിലയിൽ ബാബിലോണിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതായ ഈ പ്രവാസികളായ ചെറുപ്പക്കാരെ അവർ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 4 മാസം ഈ മരുഭൂമിയിലൂടെയുള്ളതായ ഈ യാത്ര കഴിഞ്ഞ് യെരുശലേമിൽ നിന്ന് ബാബിലോണിൽ എത്തിച്ചേർന്നതായ ഈ ഒരു യുവാവ് അഥവാ ഒരു ചെറുപ്പക്കാരൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിൻ്റെ ആൾക്കാർ വന്ന് ഈ ചെറുപ്പക്കാരൻ്റെ പേര് മാറ്റി. കാരണം ലോകത്തുള്ളതായ ഒരു മനുഷ്യനും പിന്നീട് ഈ ദാനിയേലിനെ തിരിച്ചറിയരുത്, അവൻ്റെ പേര് മാറ്റി.
1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നത്, ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെത്ശസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക്ക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് ഇട്ടു. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്. ബെൽഷസർ എന്ന പേരിൻ്റെ അർത്ഥമോ ബാൽ പ്രൊട്ടക്ട് ദ കിങ്. ആ പേരിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവം എൻ്റെ ന്യായാധിപൻ എന്ന പേര് മാറ്റി ബാൽ ദൈവം രാജാവിനെ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന പേര് മാറ്റി. ദാനിയേലിനെ യെരുശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ സംസ്കാരം മാറി, അവൻ്റെ സ്ഥലം മാറി. ഏകദേശം 900 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു ബാല്യക്കാരനെ അഥവാ ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവാവിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ തൻ്റെ വസ്ത്രവും തൻ്റെ എല്ലാ രീതികളും മാറ്റിയിട്ട് അവൻ്റെ പേര് മാറ്റി. അവൻ്റെ കൂട്ടുകാർ പോലും വന്നാൽ അവനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയാത്ത വിധം അവനെ ഈ ബാബിലോണിയർ അവനെ മാറ്റിക്കഴിഞ്ഞു. അവൻ്റെ ആഹാരം മാറ്റി. ജാതികൾ ഭക്ഷിക്കുന്നതായ ആഹാരം കൊടുക്കുവാൻ തക്കവണ്ണം തുടങ്ങി. സത്യദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നതായ കോഷർ ഫുഡ് അഥവാ രക്തമില്ലാത്തതായ ആഹാരം മാത്രം കഴിച്ചിരുന്നതായ ദാനിയേലിന് രക്തത്തോടുകൂടിയുള്ളതായ ആഹാരം കൊടുക്കുവാൻ തക്കവണ്ണം തുടങ്ങി. കഴുത്ത് ഞെരിച്ച് കൊന്നതായ മൃഗങ്ങളുടെ മാംസം കൊടുക്കുവാൻ തക്കവണ്ണം തുടങ്ങി. വിഗ്രഹങ്ങൾക്ക് വച്ചതായ ആഹാരത്തിൻ്റെ ബാക്കി ഭാഗം ഈ ചെറുപ്പക്കാരന് കൊടുക്കുവാൻ തക്കവണ്ണം തുടങ്ങി. യഹോവയായ ദൈവം അഥവാ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നതായ ആ ഭാഗമുണ്ടല്ലോ, ഇസ്രായേലർ എല്ലാവരും ഏറ്റുചൊല്ലുന്നതായ ഒരു ഭാഗമുണ്ട്. ഇസ്രായേലരെ കേൾക്കുക, നമ്മുടെ ദൈവമായ യഹോവ ഏകനാകുന്നു, അവനല്ലാതെ നമുക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞു പഠിച്ച് അവൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും കേട്ടുകൊണ്ടിരുന്നതായ ആ മന്ദമായ ശബ്ദം മാറ്റിയിട്ട് ഇത് ബാൽ ദൈവങ്ങളെ ആരാധിക്കുന്നതായി ഇടത്ത് വന്ന് ഇതാ ബാൽ ദൈവങ്ങൾക്ക് വെച്ചതായ ആഹാരം അവന് കൊടുക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അവൻ്റെ സംസ്കാരം മാറ്റി, അവൻ്റെ ഹെയർ സ്റ്റൈല് മാറ്റി, അവൻ്റെ ആരാധന മാറ്റുവാൻ തക്കവണ്ണം അവർ നിർബന്ധിച്ചു. വിഗ്രഹങ്ങളെ നിർത്തിയിട്ട് തപ്പ്, കിന്നരം, വീണ വാദ്യങ്ങളൊക്കെയും മുഴങ്ങുന്നതായ സമയത്ത് നിങ്ങൾ അവനെ വീണ് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിക്കാതെ വന്നപ്പോൾ അവനെ തീയിൽ ഇടുവാൻ അഥവാ സിംഹക്കുഴിയിൽ ഇടുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിച്ചു. നാം വേദപുസ്തകം വായിക്കുമ്പോൾ ഷണ്ഡന്മാർക്ക് അധിപനായിരിക്കുന്നതായ ആര്യോക്കിനോട് ഈ ദാനിയേലിൻ്റെ കാര്യം നോക്കുവാൻ തക്കവണ്ണം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആര്യോക്ക് എന്ന് പറയുന്നത് രാജാവിൻ്റെ സന്നിധിയിൽ ഒരു ഷണ്ഡനായിരുന്നു. ഈ 15 വയസ്സുള്ളതായ കുഞ്ഞിനെ അവർ ബാബിലോണിൽ കൊണ്ടുവന്ന് അവർ വാസക്തമി ചെയ്ത് അവർക്ക് ആ ബാലന് പ്രത്യുത്പാദനമില്ല അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്തി. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദ ജേർണി ഫ്രം ജെറുസലേം ടു ബാബിലോൺ ടു ഡാനിയൽ വാസ് നോട്ട് ആൻ ഈസി വാക്ക്. It was not a walk that we all do. നാം ചെയ്യുന്നതായ, നാം പ്രവർത്തിക്കുന്നതായ, നമുക്ക് ലഭിക്കുന്നതായ ഒരു സുഗമമായ ഒരു വാക്ക് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു നടത്തമല്ലായിരുന്നു ഈ ദാനിയേലിന് ലഭിച്ചത്. അവൻ ഷണ്ഡനായി ശിഷ്ട ആയുസ് മുഴുവനും അടുത്ത് ജീവിക്കുന്നതായ ഏകദേശം 70-80 വർഷത്തോളം ഒരു ഷണ്ഡനായി ജീവിക്കുവാൻ തക്കവണ്ണം ദാനിയേലിനെ അവർ നിർബന്ധിച്ച് അവനെ പ്രത്യുത്പാദനമില്ലാത്ത, പ്രതികരണശേഷിയില്ലാത്തവനാക്കി തീർത്ത് കളഞ്ഞു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വാട്ട് ആർ അവർ ചലഞ്ചസ് ദിസ് മോർണിംഗ് ഓർ റാദർ ദിസ് ആഫ്റ്റർനൂൺ? നമ്മുടെ വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ക്രിസ്തീയ യാത്ര ചെയ്യുമ്പോൾ നാം കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖം ലക്ഷ്യമായി നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ വെല്ലുവിളികൾ എന്തെല്ലാമാണ്? അവൻ്റെ ദാനിയേലിൻ്റെ സ്ഥലം മാറ്റി. നമുക്കൊരു സ്ഥലം മാറ്റൽ വന്നു കഴിഞ്ഞാൽ നമുക്കാകെ പ്രശ്നമാണ്. ദാനിയേലിൻ്റെ പേര് മാറ്റി, ദാനിയേലിൻ്റെ ആഹാരം മാറ്റി, ദാനിയേലിൻ്റെ ആരാധനയ്ക്കുള്ളതായ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു. ദാനിയേലിനെ നിർഗുണനാക്കി അഥവാ പ്രതികരണ ശേഷിയില്ലാത്തവനാക്കി തീർത്തു. But Daniel remained unchanged. ഇത്രയും പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയപ്പോഴും
Daniel remained loyal to the God of heavens. ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും ദാനിയേൽ അചഞ്ചലനായി നിലകൊണ്ടു. അവൻ ഏത് ദൈവത്തെയാണോ നമസ്കരിക്കുമെന്ന് അവൻ്റെ ജനനം മുതൽ ഇന്നുവരെയും ആരാധിച്ചു വന്നത്, ആ ദൈവത്തെ മാത്രമേ നമസ്കരിക്കുകയുള്ളൂ എന്ന് അവൻ ഉറച്ച് നിന്നു. ഇന്ന് ശബദിൽ പരീക്ഷ വന്നാൽ ഇളക്കം തട്ടുന്നതായ ചെറുപ്പക്കാർ നമുക്കുണ്ട്. ഒരുപക്ഷെ നമുക്ക് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് നാം ശബദ ആരാധന ലംഘിക്കുന്നതായ ധാരാളം പേരുണ്ട്. നിസ്സാരമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകാൻ തക്കവണ്ണം കഴിയില്ല, കല്യാണത്തിന് പോകാൻ കഴിയും, പള്ളിയിൽ വരാൻ കഴിയില്ല. ഒട്ടനവധിയുള്ളതായ പ്രതികൂലങ്ങൾ വരുമ്പോഴും നാം എല്ലായിടവും പോകും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കഴിയാത്തതായ നമുക്ക് ദാനിയേലിലൂടെ നമുക്ക് നൽകുന്നതായ ഒരു വലിയ പാഠം, ഇത്രയും പ്രതിസന്ധികൾ വന്നിട്ടും ദാനിയേൽ സ്റ്റേയ്ഡ് അൺചേഞ്ച്ഡ്. ദാനിയേലിന് ഒരു മാറ്റവും സംഭവിക്കാതെ ദാനിയേൽ ആ വിശ്വാസത്തിൽ നിലകൊള്ളുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? ഇന്ന് ലോകത്തിലുള്ളതായ ഭൂരിപക്ഷം പേരെയും അലട്ടുന്നതായ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈസ് ആൻ ആൻസൈറ്റി. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ഉത്കണ്ഠ അല്ലേ? ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതായ പേടിയല്ല, ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ആവിലാദികളാണ്. എനിക്ക് എന്ത് സംഭവിക്കും, എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും, എൻ്റെ മകൻ എന്ത് സംഭവിക്കും. ഇന്ന് 30 വയസ്സുള്ളതായ ചെറുപ്പക്കാരൻ ഇവിടുന്ന് ട്രെയിൻ കയറ്റി വിട്ട് കഴിഞ്ഞാലും നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, മോനെ നീ എവിടെ എത്തി, നീ എവിടെ എന്ത് കഴിച്ചു, നീ ഉറങ്ങിയോ, നീ എണീറ്റോ, നീ പല്ല് തേച്ചോ, നീ ബാത്റൂമിൽ പോയോ. ഒരു 150 പ്രാവശ്യം വിളിക്കും. അവന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി അവൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ തൊട്ട് പിന്നെ നമുക്കിവിടെ ഉറക്കം വരത്തില്ല. ഇതല്ല ഇന്ന് നമ്മുടെ അവസ്ഥ. ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മുടെ ഉത്കണ്ഠ ഇങ്ങനെയാണ്. ഞാൻ ഉത്കണ്ഠയെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ അതിനൊരു ഡെഫിനിഷന് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ നിസ്സാരമായി ഒരു മലയാളത്തിലൊരാൾ അതിന് ഉത്കണ്ഠയെക്കുറിച്ച് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: റോഡ് ക്രോസ് ചെയ്യുവാൻ തക്കവണ്ണം സീബ്ര ക്രോസ് ലൈനിൻ്റെ ഇങ്ങേ തലത്തിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ചിന്തകളാണ് ഉത്കണ്ഠ. എന്താണ്? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്ര ക്രോസ് ലൈനിൻ്റെ ഇങ്ങേ തലത്തിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ചിന്തകളാണ് നമ്മുടെ ഉത്കണ്ഠ. എന്നെ വണ്ടി ഇടിക്കുമോ, ഈ വരുന്ന വണ്ടി നിർത്തുമോ, അല്ലെങ്കിൽ എന്നെ തട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എത്താൻ സാധിക്കുമോ. അപ്പുറം പോയി കഴിഞ്ഞാൽ ഈ ചിന്തകളൊന്നും നമുക്ക് ഇല്ല. കാരണം വണ്ടി ഇടിക്കുകയില്ല, വണ്ടി നിർത്തുകയും ചെയ്യും, നമുക്ക് നടക്കാനും സാധിക്കും, അക്കരെ എത്താനും സാധിക്കും. പക്ഷേ ഈ ഉത്കണ്ഠ ഇന്ന് മനുഷ്യനെ കാർന്നു തിന്നുകയും അവനെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഈ ഉത്കണ്ഠ കാരണം തന്നെ നമുക്ക് ഇന്ന് ധാരാളം പേർക്ക് ഡിപ്രഷനുണ്ട്. എന്താണ് ഡിപ്രഷൻ? എനിക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് നേരെ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നീ ജീവിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് നീ തന്നെയാണ്. എനിക്ക് തന്നെ ഞാൻ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് തന്നെ ഞാൻ കൊള്ളാത്തവനാണ് എന്ന് ബോധ്യമായാൽ എനിക്കെങ്ങനെ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും? എന്നാൽ ലോകത്തിലുള്ളതായ സകല മനുഷ്യരും ഞാൻ പൊട്ടനാണ്, ഞാൻ കൊള്ളാത്തവനാണ്, എനിക്ക് ഒന്നിനും കഴിയാത്തവനാണ് എന്ന് പറയുമ്പോൾ അബ്ദുൽ കലാം പറയുന്നത് പോലെ when the entire world stays against you, God is with you എന്നുള്ളതായ ചിന്ത നമ്മെ എപ്പോഴും എന്ത് ചെയ്യണം? ഭരിക്കണം. ലോകത്തുള്ളതായ സകല ജനവും നമുക്കെതിരെ നിൽക്കുമ്പോഴും ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതായ ചിന്ത എന്നെ ഭരിക്കണം. ലോറൻസ് പാസ്റ്റർ, ഞാൻ പെട്ടെന്ന് നിർത്താം. നമ്മെ അലട്ടുന്നതായ മറ്റൊരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ഇന്ന് തിരുവല്ലാമല സ്കൂളിൽ ശമ്പളം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇന്ന് പല സ്കൂളുകളിലും അങ്ങനെ പ്രശ്നമുണ്ട്. ഓരോ മാസം തള്ളി നീക്കാൻ വളരെ പ്രയാസമാണ് എന്നെനിക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് 60 അടുത്ത് വയസ്സുള്ളതായ നിങ്ങളെ, 65 അടുക്കുന്നതായ നിങ്ങളെ ദൈവം ഈ കാലം അത്രയും പോറ്റി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഓർക്കുന്നില്ല. ഇതിലും വലിയ പ്രതിസന്ധികളുണ്ടായപ്പോൾ, ഇതിലും വലിയ ഭീകരമായ അവസ്ഥകളുണ്ടായപ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും നടത്തി എന്നുള്ളത് നാം പലപ്പോഴും ഓർക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ദൈവമുണ്ടോ? നാം ഇന്നലെ സാബത്ത് സ്കൂൾ പഠിച്ചതുപോലെ നാം പലപ്പോഴും സങ്കീർത്തനകാരൻ ചോദിക്കുന്നത് പോലെ ചോദിക്കാറുണ്ട്, ദൈവമുണ്ടോ? ദൈവം എന്താണ് മൗനമായിരിക്കുന്നത്? ദൈവം എന്താണ് പ്രവർത്തിക്കാത്തത്? വൈ ഈസ് ഗോഡ് നോട്ട് ഇൻ്റർവീനിങ് ഇൻ ദ കറണ്ട് സിറ്റുവേഷൻസ്? ഇതൊക്കെ നമ്മുടെ സർവ്വസാധാരണക്കാരായ നമ്മുടെ എല്ലാവരുടെയും ചോദ്യമാണ്. അങ്ങനെ ചോദിക്കണമായിരുന്നുവെങ്കിൽ ദാനിയേൽ
എത്രമാത്രം ചോദ്യങ്ങൾ ചോദിക്കണമായിരുന്നു. യഹൂദ ജനങ്ങളുടെ, ഇസ്രായേലരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ, അവർക്ക് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നതായ യെരുശലേം ദേവാലയത്തെ ഇടിച്ചു പൊളിച്ചിട്ട് അവിടെ ആരാധിച്ചിരുന്നതായ ഈ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് 900 കിലോമീറ്റർ താണ്ടി ഇതാ അടിമകളായി വന്നിരിക്കുന്നതായ പേര് മാറ്റി, ആഹാരം മാറ്റി, എല്ലാ സർവത്രവും മാറ്റി അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയാത്തവണ്ണം ആയിരിക്കുന്നതായ സമയത്തിലും വേദപുസ്തകം ഒരു വലിയ സത്യം പറയുകയാണ്. രാജാവ് ഇവരെ കൊല്ലുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടു. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചുരുക്കുകയാണ്. രാജാവ് ഇവരെ കൊല്ലുവാൻ തക്കവണ്ണം വിളിച്ചപ്പോൾ ദാനിയേൽ ഒരു കാര്യം ചെയ്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു ശരിക്കും 3 കാര്യങ്ങൾ പറയണമെന്നാണ് പാസ്റ്റർ ചിന്തിച്ചത്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായ ഒരു കാര്യം, പ്രധാനപ്പെട്ടതായ കാര്യം, ഇന്നിവിടെ പ്രസംഗിച്ചതായ 2 പേരും പറഞ്ഞതായ കാര്യം തന്നെ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ കൂടെ കുത്തിവെക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. ആ ആ ആ ആ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? രാഷ്ട്രീയക്കാരെ ചെന്ന് കണ്ടു, കൊടി പിടിച്ചു, സമരം ചെയ്തു. അങ്ങനെയാണോ ഇവിടെ പറയുന്നത്? സംഭവിക്കുന്നത് ന്യായമല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. മറ്റു ആഭിചാരകന്മാരും മന്ത്രവാദികളും പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലുള്ളതായ ഒരു രാജാവും ഇത്തരത്തിലുള്ളതായ ഒരു ആവശ്യം നാളിതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? അതിനെ വ്യാഖ്യാനിച്ച് പറയാം. ലോകത്തിലുള്ളതായ ഒരു രാജാവും ഇത്തരത്തിലുള്ളതായ ഒരു കഠിന കാര്യം നാളിതുവരെ ആരോടും ആവശ്യപ്പെട്ടില്ല എന്ന് ദാനിയേലൊന്നും പറഞ്ഞില്ല. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നത്, എന്നാൽ രാജാവിൻ്റെ അപകടിക്കാരനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളയുവാൻ പുറപ്പെട്ടു. ആര്യാക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. ആര്യോക്കിനോട് ദാനിയേൽ പറഞ്ഞു, എന്നെ ഒന്ന് രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ട് നിർത്തണമേ. ഈ നിർത്തുന്നതിന് മുൻപായിട്ട് ദാനിയേൽ ചെന്ന് തൻ്റെ സഹോദരങ്ങളായ 3 സഹോദരങ്ങൾ, ദാനിയേലിനേക്കാൾ പ്രായം കുറഞ്ഞതായ 3 ചെറുപ്പക്കാർ, ദാനിയേലിന് 15 വയസ്സായെങ്കിൽ മറ്റുള്ളതായ 3 പേർക്ക് 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ളതായ കൊച്ചു പിള്ളേരാണ്. നിങ്ങളാരും വളരെ ചെറുപ്പമാണ്. ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾക്ക് മാതാപിതാക്കൾ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ദാനിയേലിൻ്റെയും ശദ്രക് മേശക് അബേദ്നെഗോവിൻ്റെയും ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിത ഉദാഹരണങ്ങളായി തീരട്ടെ എന്ന് ഞാനിന്ന് പാൽക്കാലം നിങ്ങളോട് പറയുകയാണ്. ഈ കൊച്ചു പിള്ളേരോട് ചെന്ന് ദാനിയേൽ പറയുകയാണ്, ദാനിയേലും ചെറുതാണ്, ദാനിയേൽ ചെന്ന് പറയുകയാണ്, നമുക്ക് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവൻ പോകുവാൻ തക്കവണ്ണം പോവുകയാണ്. രാജാവ് നമ്മെ കൊന്നുകളയുവാൻ തക്കവണ്ണം പോവുകയാണ്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? എന്താ ചെയ്യാൻ പോകുന്നത്? കൊടി പിടിക്കാനാണോ? സമരം ചെയ്യാനാണോ? കോടതി പോകാനാണോ? എന്നെ കേൾക്കുന്നതായ പ്രിയദൈവമക്കളെ, ഈ ലോകം നമുക്കൊരിക്കലും നീതി ന്യായം നടപ്പിലാക്കി തരികയില്ല. നാം ജീവിക്കുന്നതായ ഈ ലോകം നമ്മുടെ ലോകവും നമ്മുടെ രാജ്യവുമല്ല. നമുക്കതുകൊണ്ട് തന്നെ നീതിയും ന്യായവും ഈ ലോകത്തിൽ ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തണം. അത് അല്ലാതെ വരുമ്പോഴാണ്, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ എന്നോട് നീതിയല്ലല്ലോ പ്രവർത്തിച്ചത്, എന്നോട് കാണിച്ചത് ന്യായമല്ലല്ലോ, എനിക്ക് അത് കിട്ടണമായിരുന്നു, ഇത് കിട്ടണമായിരുന്നു എന്നുള്ളതായ ചിന്തയൊക്കെ നമ്മെ ഭരിച്ച് നമ്മെ തന്നെ നശിപ്പിച്ച് കളയുന്നത്. ഈ ലോകം നമുക്ക് അനുകൂലമല്ല എന്ന് ആദ്യം മുതൽ തന്നെ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഡു യു ഹാവ് എ പ്രോബ്ലം? പ്രേ ഇറ്റ് ഔട്ട്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ? അത് പ്രാർത്ഥിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കുക. നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നതായ ആരും നിങ്ങളോട് കൂടെ ഇല്ല എന്നുള്ളതായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ പ്രേ അബൌട്ട് ഇറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ കൊല്ലുവാൻ തക്കവണ്ണം അനേകര് വട്ടം കൂട്ടുമ്പോൾ
Pray about it. കാരണം ഒരുത്തൻ കൊല്ലുവാൻ തക്കവണ്ണം തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എത്ര സുരക്ഷിതത്വം തന്നാലും നിങ്ങളെ രക്ഷിക്കുവാൻ, ആ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലോകത്തിലുള്ളതായ ഒരു മനുഷ്യനും സമാധാനം തരുവാൻ തക്കവണ്ണം കഴിയുകയില്ല. യു ഹാവ് ടു പ്രേ അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ലയോ? യു പ്രേ അബൌട്ട് ഇറ്റ്. പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് രോഗമുണ്ടോ? നിങ്ങൾക്ക് ഭീതിയുണ്ടോ? നിങ്ങളുടെ മക്കളെ ചൊല്ലിയുള്ളതായ ആദിയാണോ? വിശ്വാസ സമൂഹത്തെക്കുറിച്ച്, അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച്, പാസ്റ്റർമാരെക്കുറിച്ച്, നിങ്ങളുടെ സഹ അധ്യാപകരെക്കുറിച്ച്, സഹവിശ്വാസികളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഏറ്റവും അധികം ഭാരപ്പെടുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുക, സഹോദരങ്ങളുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കൂട്ടുകാരെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേൾക്കുന്നതായ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യം ഞാൻ നിന്നെ അറിയിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്നതായ ക്ലോക്ക് പറയുന്നത് 1:30 ആയെന്നാണ്. ഇവിടെ ഇരിക്കുന്നതായ പാസ്റ്റർമാരൊക്കെ കണ്ണുരുട്ടാനും ഇറങ്ങിപ്പോകാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുക. ദാനിയേല്, ശദ്രക്, മേശക്, അബേദ്നെഗോവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദാനിയേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ പറയുന്നത്, അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രിയിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തി. അവർ പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ തന്നെ രാജാവ് കണ്ടതായ സ്വപ്നം, ഈ അടിമയായി പോയതായ 15 വയസ്സുകാരനായ ബാലൻ ഇന്നിപ്പോൾ ഒരു 18 വയസ്സായിട്ടുണ്ടാകാം. 18 വയസ്സുള്ളതായ ഈ ബാലൻ കാണുവാൻ തക്കവണ്ണം സാധിച്ചു. രാജാവ് കാണുന്നതായ സ്വപ്നം ഇതാ ഈ അടിമയായി പോയതായ ഈ ബാലൻ കാണുകയാണ്. രാജാവ് കണ്ടതായ അതേ സ്വപ്നം വേദപുസ്തക ചരിത്രത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ പ്രവാചകന്മാർക്കും ദൈവപുരുഷന്മാർക്കും കാണിച്ചു കൊടുത്തതായ ചരിത്രമുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വായിക്കുമ്പോൾ അവിടെ എലീശായ്ക്ക് ആരാം രാജാവ് ചെയ്യുന്നതായ പദ്ധതികൾ, അവർ ഇടുന്നതായ പദ്ധതികളൊക്കെയും സ്വർഗത്തിലെ ദൈവം എലീശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് അവിടെ ചരിത്രം പറയുന്നു. പ്രാർത്ഥിക്കുന്നതായ ദൈവമക്കൾക്ക് ദൈവം ദർശനങ്ങളും വെളിപ്പാടുകളും നൽകും. രാജു സാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് ദർശനമുണ്ടാകണം, നമുക്ക് ഒരു ദൗത്യമുണ്ടാകണം. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, where there is no vision people perish. ദർശനമില്ലാത്തടത്ത് മനുഷ്യർ നശിച്ചു പോകുന്നു. ദൈവം ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും ദൈവത്തിൻ്റെ മഹത്തായ കാര്യങ്ങളെയും വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നതായ ബുദ്ധിമാന്മാരുണ്ടോ എന്ന സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതായ നമ്മ എല്ലാവരെയും ബുദ്ധിമാന്മാരായി കാണുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മറന്നുകൂടാൻ കഴിയാത്തതായ ആൾക്കാരുണ്ട്. ഒന്ന്, നമ്മുടെ പ്രശ്നത്തിൽ നമ്മോട് കൂടെ നിന്നവരെ നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ലോകത്തിലുള്ളതായ സകല മനുഷ്യരും നമ്മെ മറന്നു പോകുമ്പോഴും നമ്മോട് കൂടെ നിൽക്കുന്നതായ ആ സുഹൃത്തിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും മറക്കരുത്. ഒരു 100 പേര് വന്ന് എന്നെക്കുറിച്ച് ഇല്ലാത്തത് നിങ്ങളോട് പറഞ്ഞു നിൽക്കുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതായ ഒരാൾ കാണും. ഈ പറയുന്നതൊക്കെ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു നിൽക്കുന്നതായ ഒരാളെ എന്ത് ചെയ്യരുത്? മറന്നു കളയരുത്. പിന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ടതായ മറ്റൊരു കൂട്ടരുണ്ട്. നമ്മളെ പ്രശ്നത്തിൽ തള്ളിവിട്ടതായ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ റിവഞ്ച് എടുക്കരുത്, പക്ഷെ നാം അവരെ എന്ത് ചെയ്യരുത്? ഓർത്തുകൊള്ളണം. അവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവരോട് നാം പക്വമായി ഇടപെടണം. അപക്വമായ സംസാരമോ ഇടപെടലോ തീരുമാനങ്ങളോ ഒന്നും അവർ കാണുകയും കേൾക്കുകയും നാം എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കുവാൻ തക്കവണ്ണം പാടില്ല. ദാനിയേൽ 3 പേരെ വിളിച്ചിരുത്ത് പ്രാർത്ഥിച്ചു. ദാനിയേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദാനിയേലെ, അങ്ങ് കണ്ടതായ ദർശനം ഇങ്ങനെയാണ്. ഒരു ബിംബം കണ്ടു. സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ്
ഇരുമ്പും കളിമണ്ണും. ഇതിൻ്റെ വ്യാഖ്യാനവും പൊരുളും ഒക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതൊന്നും ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദാനിയേലിനെ വിളിച്ചു. ദാനിയേലിന് പദവികളെല്ലാം കൊടുത്തു. ദാനിയേൽ കോവിലകത്ത് പാർക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു കൊടുത്തപ്പോൾ ദാനിയേൽ പറയുകയാണ്, അല്ലയോ രാജാവേ, എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്ത, എന്നോടൊപ്പം ഈ ത്യാഗങ്ങളൊക്കെയും ചെയ്ത, എന്നെപ്പോലെ വിശ്വാസമുണ്ടായിരുന്ന, എന്നെപ്പോലെ അടിമകളായി വന്നതായ 3 പേരും കൂടെ എൻ്റെ കൂട്ടത്ത് ഉണ്ട്. രാജാവ് അവരെയും വിളിച്ചു, സ്ഥാനമാനങ്ങളെ കൊടുത്തു. അവർക്ക് ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ ഏറ്റവും നല്ല സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ നിർവചനം പറയുവാൻ തക്കവണ്ണം ഒരു മത്സരം നടത്തി. ഒരുപാട് ഉത്തരങ്ങൾ വന്നു. ഞാൻ 3 ഉത്തരങ്ങളും പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഏറ്റവും സമ്മാനം കിട്ടിയതായ ഒരു ഉത്തരം മാത്രം പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആ ഉത്തരം ഇങ്ങനെയാണ്: എ ഫ്രണ്ട് ഈസ് ദ വൺ ഹു കംസ് ഇൻ വെൻ ദ ഹോൾ വേൾഡ് goes out. A friend is the one who comes in when the whole world goes out. We have such a friend. നമുക്ക് അങ്ങനൊരു സുഹൃത്ത് ഉണ്ട്. നമുക്കങ്ങനെ ഒരു സുഹൃത്തുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനൊരു സുഹൃത്തുണ്ട്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും വിശ്വസിച്ച് പറയുവാനും നമ്മോട് കൂടെ നിൽക്കുവാനും, ഞാൻ മോശക്കാരനാണ്, ഞാൻ പാപിയാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ കുറ്റമുള്ളവനാണ്, കുറവുള്ളവനാണ്, എനിക്ക് ബലഹീനതകളുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ എന്നെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് അണയ്ക്കുന്നതായ ഒരു സുഹൃത്ത് നമുക്ക് ഉണ്ട്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദാനിയേൽ ആ സുഹൃത്തിനോടൊപ്പം ചേർന്ന് നിന്നു. ഈ വൈതരണികളൊക്കെയും തൻ്റെ ജീവിതത്തിലുണ്ടായപ്പോഴും ഹി നെവർ ഫെൽ ഷോർട്ട് ഓഫ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. ഹി നെവർ ഫെൽറ്റ് that friend was not with him. സിംഹക്കുഴിയിലിട്ടപ്പോൾ ആ കൂട്ടുകാരൻ ചെന്ന സിംഹങ്ങളുടെ വായെ അടച്ചു കളഞ്ഞു. തീയിലിട്ടപ്പോൾ തീയിലൂടെ 4ാമനായി അവരോടൊപ്പം നടന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ആ സുഹൃത്തിനോടൊപ്പം നമുക്ക് ഇന്ന് പകൽക്കാലം നടക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കാമോ? നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ പ്രതികൂലങ്ങളെ, നമ്മുടെ വൈതരണികളെ, നിങ്ങൾ വിശന്നിരിക്കുന്നത് കൊണ്ട് എന്നെ നിങ്ങളെല്ലാവരും കേൾക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് വൺ തിങ് ഐ വാണ്ട് ടു ടെൽ യു, വി ഹാവ് എ ഫ്രണ്ട്, എ ഗ്രേറ്റ് ഫ്രണ്ട് ഇൻ ജീസസ് who understand us even though when we are sinners, even though when we are in the camp of the devil, നാം പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും my Jesus knows me well. ആ കർത്താവ് എന്നെ അറിയുന്നു. ദാനിയേൽ നിലകൊണ്ടതുപോലെ, തൻ്റെ സുഹൃത്തുക്കൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ പകൽക്കാലം നിലകൊള്ളുവാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രബോധനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദൈർഘിപ്പിച്ചതിന് ക്ഷമിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.